ഫാമിലികൾ വന്നിട്ട് പോയതിനു ശേഷം വീട്ടുകാരുടെ സ്വഭാവത്തിൽ ആകെ മൊത്തം മാറ്റം ഉണ്ടെന്നാണ് അനീഷ് പറയുന്നത്. ബിന്നിയുടെ മുകളിലാണ് അനീഷ് കയറുന്നത്. അനീഷ് വീണ്ടും കുത്തനെ നെഗറ്റീവിലോട്ട് പോകുന്ന ഒരു രീതിയാണ്. കാരണം പ്രശ്നമല്ല ഉണ്ടാക്കുന്നത്, അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്ന് ഒരു നഖം ആരെങ്കിലും മുറിച്ചിട്ട് കഴിഞ്ഞാലും അതിനകത്തും അലമ്പ്, ഒരു ഇല ആരെങ്കിലും പിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്തും അലമ്പി വാരുവാണെന്ന്, അലമ്പി മെഴുകുകയാണ് വീടിനകത്ത് നിന്നുകൊണ്ട്. രാവിലെ മുതലേ തന്നെ ഷാനവാസ് എൻ്റെ പൊന്നെ അൺസഹിക്കബിളായിട്ട് ഈ പറയുന്ന അക്ബറിന്റെ മേലെ ചാടിയിട്ടില്ല. പക്ഷേ രാവിലെ ഇന്ന് അനീഷിന്റെ പുറകെ അനീഷിനെ വീഴ്ത്താനുള്ള പരിപാടിയിലാണ് നടക്കുന്നത്. കട്ട സാധനം അനീഷിനെ കൊണ്ട് തീറ്റിച്ചു, കൊന്ന പാപം തിന്നാ തീരുമെന്ന് പറഞ്ഞ് കണക്ക് പുറകെ നടക്കുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ ഒരു ടാസ്ക് വെക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് എന്നിൽ ഇഷ്ടമുള്ള സംഭവം, ഇഷ്ടമില്ലാത്ത സംഭവം എന്ന്. അതെല്ലാം പറയുന്നുണ്ട്. ബിഗ് ബോസിന് പാർഷ്യാലിറ്റി ഉണ്ടെന്ന് വീട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് വെച്ച് ബിഗ് ബോസ് തന്നെയാണ് സ്വന്തമായിട്ട് മലന്ന് കിടന്ന് തുപ്പുന്നത്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളല്ലേ. ഇത് കാണുന്ന ഇവ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഓഡിയൻസസ്, അതായത് TV പ്രേക്ഷകർ ഓഹോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിന്തിച്ചു പോകും. ഓക്കെ, നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾക്കുള്ള വില ഒരുക്കി വെക്കുന്നത്. എന്തായാലും അനുഭവിച്ചോളൂ. എന്താണ് ലൈവിൽ നടക്കുന്നത്? രാവിലെ 8 മണി മുതൽ 11:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സോങ് എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പോരടി പെണ്ണെ, ആ പാട്ടാണ്. അങ്ങനെ അനീഷ് മോർണിംഗ് തന്നെ ഷാനവാസുമായിട്ട് കിച്ചണിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അനുവിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കിച്ചൺ ടീമാണല്ലോ. അപ്പോഴത്തേക്കും ഷാനവാസിന് ഓൾറെഡി അനുവിൻ്റെ അടുത്തൊരു റിവെഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ഞാനും നോക്കി വെച്ചിട്ടുണ്ട്. ഇനി PSC ചോദ്യമായിട്ട് ലാലേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, അവളെ പൊക്കിക്കൊണ്ട് ഞാൻ നല്ല രീതിക്ക് എന്ത് ചെയ്യും, സ്കോർ അടിച്ച് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അനീഷിന് അനുവിന് ഇപ്പം മെയിൻ ശത്രുക്കൾ ഒന്ന് അനു, ഒന്ന് അക്ബർ, ഷാനവാസിന്റെ മെയിൻ ശത്രുക്കൾ. അപ്പൊ അനീഷ് അനുവിനെ പറ്റി പറയുന്നുണ്ട്, ഷാനവാസും അനുവിനിട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഏത് വിഷയം? മട്ടൻകാലന്റെ വിഷയം ഇതുവരെ തീർത്തിട്ടില്ല ഷാനവാസ്. അത് അപ്പോഴത്തേക്കും അനീഷ് അവിടെ ആര്യൻ വരുന്നു, അക്ബർ വരുന്നു, എല്ലാവരും കേൾക്കും ഞാനാണ് ഇവിടുത്തെ ബെസ്റ്റ് ക്യാപ്റ്റനോ നീയോ, നിന്റെ തലയിൽ എങ്ങനെ ചക്ക വീണ് മൂലി ചത്താണൊക്കെ നീ ക്യാപ്റ്റൻ ആയതാണ്, ഞാനല്ലേ ഇവിടെ 4 ടീമായിട്ട് തിരിച്ചത്, അതിനുശേഷമല്ലേ ഇവിടെ എല്ലാവരും വന്ന് എന്തൊക്കെ അനീഷ് വിളിച്ചു വാരി പറയുന്നോ എന്തോ. വീണ്ടും വെറുപ്പിക്കലോട് വെറുപ്പിക്കൽ, രാവിലെ തന്നെ വെറുപ്പിക്കൽ. ഞാനിവിടെ 4 ടീം കിച്ചൺ, വെസൽ, ബാത്റൂം, ഫ്ലോർ എന്ന് പറഞ്ഞ് തിരിച്ചതുകൊണ്ടാണ് എല്ലാവരും അതിന് മോഡിഫൈ ചെയ്ത് വീണ്ടും തിരിച്ചത്. ഞാൻ തന്നെയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ, ബെസ്റ്റ് ക്യാപ്റ്റൻ ഞാൻ തന്നെയാണ്, എൻ്റെ കയ്യിൽ വീണ്ടും നിങ്ങളിത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അയ്യോ വേണ്ടേ, ഒരു തവണ കിട്ടിയതേ മതിയായി എന്ന് പറഞ്ഞ് വീട്ടുകാരെ നിൽക്കുന്നു. അതിനുശേഷം സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ അനീഷ് പോകുന്നു മോർണിംഗ് ടാസ്കിന്റെ ലെറ്റർ എടുക്കാൻ വേണ്ടി. ബിന്നി പറയുന്നു ഞാൻ ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോൾ എനിക്കത് എടുക്കാൻ അറിയാം. അതെന്താ, മെനിഞ്ഞാന്ന് വരെ ഞാനല്ലേ എടുത്തുകൊണ്ടിരുന്നത്. മൈക്കിന്റെ ബാറ്ററി മാറ്റാൻ ഞാൻ പറയും, ഗുളിക ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കും, മോർണിംഗ് ടാസ്ക് ഞാൻ എടുത്ത് വായിക്കും. ഇതിനിപ്പോൾ എന്താണ് പ്രശ്നം? ഫാമിലി വന്നതിന് ശേഷം പറഞ്ഞോ ബിന്നി? ഫാമിലി വീക്ക് ഇവിടെ നടന്നതിന് ശേഷമുള്ള എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല, എന്നെ സ്റ്റോറിൽ പോകാൻ സമ്മതിക്കുന്നില്ല, എന്നെ കിച്ചണിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഫാമിലി വന്നതിന് ശേഷം മാറ്റം. അനീഷ് അത് വെറും തറവേലയാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. കാരണം വീട്ടുകാരെ പറയാം, അവരുടെ ഫാമിലി വന്ന് പലതും പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് അത് വെറും തറവേലയാണ്, വെറും തറവേല. അപ്പൊ ബിന്നി പറയണം അതെന്തിനാണ് അങ്ങനെ പറയുന്നത്, ഫാമിലി പറയുന്നതിന്റെ കാര്യം എന്തുവാ? അപ്പൊ അനുമോൾ പറയണം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ആദ്യം വന്നതെന്നുള്ള ബോധം വേണം കേട്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ആദ്യം വന്നത്, നമ്മുടെ ആരെയും വീട്ടിൽ നിന്നല്ല. അപ്പൊ അനീഷ് ഫാമിലി വന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നെ എല്ലാവരും മാറ്റി നിർത്തുന്നത്. ഫാമിലി പറഞ്ഞോ ഇങ്ങനെ ചെയ്യാൻ, ഞാനാണ് മോർണിംഗ് ടാസ്കിന്റെ ലെറ്റർ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരുന്നത്. ഇന്നലെ വരെയും ഞാൻ തന്നെ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് എന്തിന് മാറുന്നത്? പിന്നെ ഗുളിക എടുത്തോണ്ട് കൊടുത്തോണ്ടിരുന്നത് ഞാൻ തന്നെ. അപ്പൊ ഇനി അത് പറ്റില്ല, ഞാൻ ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ അത് പറ്റില്ല. പിന്നെ അങ്ങനെ ബിന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു, വേറെ ഒന്നുമല്ല. ഈ വീട്ടിൽ ബിഗ് ബോസിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യവും ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യവും. മിക്ക ആൾക്കാരും പാർഷ്വാലിറ്റി പക്ക തുറന്നടിക്കുന്നുണ്ട്. അനു പറയുന്നത് ബിഗ് ബോസ് കോൺഫിഡൻസ് തരും, സൗണ്ടിനോട് ക്രഷ് ഉണ്ട് ബിഗ് ബോസിന്റെ സൗണ്ടിനോട്, പിന്നെ നല്ല രീതിക്ക് ഫേവറേറ്റിസം കാണിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഷാനവാസ് പറയുന്നത് പണ്ട് ഈ പറയുന്ന മുടിയുടെ കേസിൽ ആര്യന്റെ മുടി വലിക്കുന്ന കേസിൽ ക്രൂരനാണെന്ന് തോന്നി, പക്ഷെ പിന്നീട് മനസ്സിലായി. പിന്നെ ഈ വീക്ക് ഫാമിലി വന്നപ്പോഴത്തേക്കും നമുക്ക് കൊണ്ടുവന്ന ഫുഡ് തരാത്തത് വളരെ മോശം പരിപാടിയാണെന്ന് പറയുന്നു. നെവിൻ പറയുന്നു എന്നെ വളർത്തി, അതുകൊണ്ട് അത് പോസിറ്റീവാണ്. പിന്നെ ബിഗ് ബോസിന് ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ്, ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അത് കറക്റ്റ്, നെവിൻ പറഞ്ഞ കറക്റ്റാണ്. ദെൻ ജിസേൽ പറയുന്നു നമ്മൾ എത്ര പട്ടിണി കിടക്കാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല, എന്തെങ്കിലും തരും. പിന്നെ എന്നെ ഇഷ്ടമല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പാർഷ്വാലിറ്റി ആണ്. അടുത്തതൻ ആദില പറയുന്നു ആദ്യ ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും ഫാമിലി വീക്ക് നേരത്തെ വെച്ചു, സന്തോഷം. പിന്നെ അനുവിന്റെ ഫാമിലി മാത്രം വരാൻ നേരത്തെ അവിടെ കൊണ്ട് മുട്ട കുത്തി ഇരുത്തിച്ചിട്ട് അവിടെ എന്ത് പറയുന്നു, ഈ പറഞ്ഞ ഫേവറേറ്റിസം കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
അപ്പൊ ഉടനെ ഷാനവാസ് അനുവിനെയാണല്ലോ സപ്പോർട്ട് ചെയ്തത്, അപ്പൊ ഷാനവാസിനെ എതിർക്കണമല്ലോ. അപ്പൊ ഷാനവാസ് അത് 7ന്റെ പണിയാണ്, അത് 7ന്റെ പണി അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നൂടായിരുന്നു, അന്നത്തെ റൂൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ആദില ചോദിക്കുകയാണ്. ഈ ഷാനവാസ് എനിക്കൊരു പിടി കിട്ടുന്നില്ല. കാരണം എനിക്ക് ഇയാളുടെ ഗെയിമൊക്കെ ഓക്കെ ഫൈൻ, ഇയാൾ ഗെയിം കളിച്ചോട്ടെ, ഈ പേഴ്സണൽ അറ്റാക്ക് ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് അക്ബറും അനു മട്ടൻ മെരിയാതെ വരെയും ഒരു വിഷയവും ഇല്ലായിരുന്നു. മട്ടൻ കേസിന്റെ വിഷയത്തിലാണ് അനു ശത്രു ആയത്. ഇനിയിപ്പോ സീസൺ അവസാനിക്കുന്നവരെയും അനു എന്ന് പറഞ്ഞ് നടക്കും അക്ബറിന്റെ വിഷയം. അപ്പം ഷാനവാസിന് ഇഷ്ടമല്ലാത്ത ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവരാരെങ്കിലും സപ്പോർട്ട് ചെയ്താലോ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എരി കത്തിക്കുകയും ചെയ്യും, സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എതിർത്ത് പറയുകയും ചെയ്യും. ഷാനവാസിന്റെ ഒരു ബേസിക് ക്യാരക്ടർ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം. അയാളുടെ ഓപ്പോസിറ്റ് ആരൊക്കെ നിൽക്കുന്നോ അതെല്ലാം അയാളുടെ ശത്രുക്കളാണ് എല്ലാം. ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നു, ഒനീല് പറയുന്നത് എൻ്റെ കേസിൽ അന്ന് എന്നെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ടൊക്കെ സംസാരിച്ചു, പിന്നെ എന്നെ ജയിൽ ടാസ്കിനകത്ത് വളരെ രൂക്ഷമായി ഇട്ടും മിഡ് വീക്ക് തന്നു, എൻ്റെ അടുത്ത് കാണിക്കുന്ന പാർഷ്വാലിറ്റി. അക്ബർ പറയുന്നു ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, പിന്നെ ഡ്രസ്സ് തരുന്നില്ല, ചോദിച്ച് നാക്ക് കഴിക്കുമ്പോഴാണ് ഡ്രസ്സ് തരുന്നത്. നൂറ പറയുന്നു ഡൗൺ ആയി നിന്ന സമയത്ത് കൺഫഷൻ റൂമിലൊക്കെ വിളിച്ചിട്ടുണ്ട്, പിന്നെ ഡ്രസ്സ് തരുന്നില്ല, കുത്തിത്തിരിപ്പ് സാഡിസ്റ്റ് ആണ് നിങ്ങൾ. ബിന്നി പറയുന്നു മെഡിക്കൽ കൺസിഡറേഷൻ തരുന്നുണ്ട്, പക്ഷെ കയ്യാങ്കളി ഇവിടെ നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്നിട്ട് അവസാനമാണ് വിലക്കുന്നത്. അതെന്തുകൊണ്ടാ? ലക്ഷ്മി ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും. ഇവിടെ നമ്മളെല്ലാവരും നന്നായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മോനെ കാണാൻ ഇങ്ങനെ ക്രൈറ്റീരിയ ഒക്കെ വെച്ചത് എനിക്ക് ശരിയായി ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അടുത്ത് സാബു ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലേ, ലൈവിലില്ലേ, മോനെ കാണാൻ പറ്റൂലെന്നോ ക്രൈറ്റീരിയ വെച്ച് അതിൻ്റെയൊക്കെ പിന്നിൽ പല കളികളും ഉണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ സാബുമൻ എന്താ പറയാ, ഇവിടെ എനിക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് തന്നു, എന്നെ 15 മിനിറ്റ് തന്നു, അതൊക്കെയാണ് നല്ലത്. പിന്നെ ടാസ്കിൽ എന്നിട്ട് നിങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത് 7ന്റെ പണി തന്നപ്പോൾ. പിന്നെ ആര്യൻ പറയുന്നു എനിക്ക് ചാൻസ് തന്നു, പിന്നെ എന്നെ ടാസ്ക് വായിക്കാൻ സമ്മതിച്ചില്ല, ബിഗ് ബോസ് ഹിപ്പോക്രസി ആണ്, സാഡിസ്റ്റ് ആണെന്ന് പറയുന്നു. അനീഷ് ചിട്ടയായ ജീവിതം എന്നെ പോലെ തന്നെ. അനീഷ് ആദ്യം പറയാനായിട്ട് വരുന്നുണ്ട് മോർണിംഗ് ടാസ്കുകൾ, എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ചുകാരി പറയുന്നുണ്ട്. ബിഗ് ബോസ് 2 തവണ ടാസ്ക് മനസ്സിലാക്കി ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അനീഷ് അവസാനം പറയട്ടെ എന്നുള്ള ലെവലിൽ 2-3 പേര് പറയുന്നു. അപ്പോൾ അവസാനം വരുമ്പോൾ അനീഷ് പറയാണ് എന്നെ ആദ്യം പറയാൻ സമ്മതിച്ചില്ല, ഫാമിലി വീക്ക് വന്നതിന് ശേഷമല്ലേ എന്നെ ആദ്യം പറയാൻ സമ്മതിക്കാതിരുന്നത്. അനീഷ് പക്കാ ഫേക്ക്, ഉഡായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഡായിപ്പ്. അപ്പോൾ ചിട്ടയായ ജീവിതം എന്നെ പോലെ നയിക്കുന്ന ആളാണ് ബിഗ് ബോസ്. പിന്നെ മലയാളം ലാംഗ്വേജ് ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ആസ് എ കർഷകൻ, ആസ് എ നോവലിസ്റ്റ്, ആസ് എ എഴുത്തുകാരൻ, ഇപ്പോൾ എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഉച്ച മുതൽ അടുത്ത ഉച്ച വരെ എനിക്കൊരു ടാസ്ക് തന്നത് അതെനിക്ക് ഭയങ്കര എൻ്റെ അടുത്ത് കാണിച്ച ദേഷ്യം പോലെ തോന്നി. അനീഷ് ഉൾപ്പെടെ ഫേവറിസം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ 11:30 വരെ. അപ്പോൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. എവിക്ഷൻ ഇന്നാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്ക് മൊത്തം ഇന്ന് കലങ്ങിയ ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിക്ഷൻ വീഡിയോയും ലൈവ് അപ്ഡേറ്റ് വീഡിയോയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.